പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ രണ്ടെണ്ണം, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാഫിങ്. സ്റ്റാഫിങ് എന്ന ഫങ്ഷൻ മാനേജ്മെൻറ്റ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഫങ്ഷനായ സ്റ്റാഫിങ് എന്താണെന്ന് നോക്കാം. സ്റ്റാഫിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനകത്തുള്ള ഹ്യൂമൻ റിസോഴ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്താണ്? ഒരു ഓർഗനൈസേഷനകത്തുള്ള ഹ്യൂമൻ റിസോഴ്സ് ആരായിരിക്കും? അത് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് തന്നെ ആയിരിക്കും. അപ്പോൾ സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? സ്റ്റാഫിംഗ്. എംപ്ലോയീസിനെ കുറിച്ച് മാത്രമാണ് സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. It is the process of filling all positions in the organization with adequate and qualified personnel. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അതാത് പോസ്റ്റിൽ ഫില്ല് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഒരു എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻസും അവരുടെ എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെ അനുസരിച്ച് ഏത് പോസ്റ്റാണോ അവർക്ക് കൊടുക്കേണ്ടത് ആ പോസ്റ്റിലേക്ക് അവരെ അലോട്ട് ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. കുറച്ചുകൂടെ സിമ്പിൾ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയി ഏത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ഹോൾഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഏത് ഫംഗ്ഷനിലൂടെയാണ്? സ്റ്റാഫിംഗ് ഫംഗ്ഷനിലൂടെയാണ്. അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ സ്കില്ലും അയാളുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് ഫില്ല് ചെയ്ത് ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നു. Every manager in an organization has to perform the staffing function in one form or the other in order to getting things done through others. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനകത്തെ മാനേജേഴ്സാണ് ഈ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? ആഡിക്വേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അതാത് പോസ്റ്റ് ഫില്ല് ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കാനാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എടുക്കുന്നത്. നല്ല സ്കില്ലുള്ളവരെ അവരുടെ സ്കില്ല് അനുസരിച്ച് അലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സമയം വേസ്റ്റ് ആവത്തില്ല, അവരുടെ എഫിഷ്യൻസി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല റീസണിൻ്റെ പുറത്താണ് എല്ലാ മാനേജേഴ്സും സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ്? മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ അവരുടേതായ പോസ്റ്റുകളിൽ അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളിൽ അവരെ കൊണ്ടുവരുന്ന ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്റ്റാഫിംഗ് എന്താണെന്നറിയാലോ? സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈലിംഗ് ഓൾ പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ വിത്ത് ആഡിക്വേറ്റ്സ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. എല്ലാ പൊസിഷനും നമ്മൾ എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ക്വാളിഫിക്കേഷൻസിൻ്റെയും സ്കില്ലിൻ്റെയും ബേസിലായിരിക്കും. Every manager in an organization has to perform the staffing function in one form or another form in order to get things done through others. മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാനേജർ ചെയ്യുന്ന പെർഫോമൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുടെ സ്കില്ലുള്ളവരുടെ അവരുടേതായ കഴിവുകൾ അനുസരിച്ച് നമ്മൾ ഓരോരോ പോസ്റ്റിലേക്ക് അലോട്ട് ചെയ്യുകയാണ്. ഇനി സ്റ്റാഫിംഗ് ഫംഗ്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. സ്റ്റാഫിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് മാൻ പവർ പ്ലാനിങ്. അപ്പോൾ സ്റ്റാഫിംഗ് എന്താണ്? മാൻ പവർ പ്ലാനിങ് ആണ്. അസസിങ് മാൻ പവർ റിക്വയർമെൻറ്റ് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നമ്മൾ ഓർഗനൈസേഷനകത്ത് എത്ര എംപ്ലോയീസിനെ വേണം, എങ്ങനെ സ്കില്ലുള്ള എംപ്ലോയീസിനെ വേണം, ഏതൊക്കെ പോസ്റ്റിലേക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൻ പവർ പ്ലാനിങ്. എത്ര ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേര് നമ്മളെ ഓർഗനൈസേഷന് വേണം, അവരുടെ ക്വാളിറ്റീസ് അവരുടെ സ്കില്ല് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പ്ലാൻ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ട് റിക്രൂട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതിന് ശേഷം സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വേക്കൻസി ഉണ്ടെന്ന് അറിയിച്ച് അവർ ആപ്ലിക്കേഷൻ അയച്ചു വരുന്നു. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു? ട്രെയിനിങ് കൊടുക്കുന്നു. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പരിശീലനം കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലേസ്മെൻറ്റ് ഓഫ് മാൻ പവർ. അപ്പോൾ ട്രെയിൻഡ് ആയിട്ട് എംപ്ലോയീസിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്ത് ചെയ്യും? അവർക്ക് അവരുടേതായ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കും? ഡെവലപ്മെൻറ്റ്സ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് അപ്രൈസൽ. അപ്പോൾ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കും. ഒന്നുകിൽ അവർക്ക് നമ്മൾ പ്രൊമോഷൻ കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് റിവാർഡ്സ് കൊടുക്കും. അങ്ങനെ അപ്രൈസൽ അവരുടെ ഫങ്ഷൻസിനെയും അവരുടെ വർക്കുകളെയൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അവർ ചെയ്തതൊക്കെ കറക്റ്റാണോ, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഗോൾ അവർ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഇവാലുവേഷൻസ് ഒക്കെ നമ്മൾ നടത്തി ബെസ്റ്റ് എംപ്ലോയീസ് നമ്മൾ റിവാർഡ് കൊടുക്കും.
നല്ല എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എലിജിബിൾ ആണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും, ട്രാൻസ്ഫർ വേണ്ടുന്നവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഏതിലൂടെയാണ് ചെയ്യുന്നത്? സ്റ്റാഫിംഗ് ഫംഗ്ഷനകത്താണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയീസ് റെമ്യൂണറേഷൻ. അപ്പോൾ ഇനി എംപ്ലോയീസിന് എങ്ങനെ റെമ്യൂണറേഷൻ കൊടുക്കണമെന്നുള്ള കാര്യവും നമ്മൾ തീരുമാനിക്കും. അപ്പോൾ സ്റ്റാഫിംഗ് ഫംഗ്ഷനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? മാൻ പവർ എത്ര വേണമെന്ന് പ്ലാൻ ചെയ്യണം, പിന്നെ ആവശ്യത്തിലുള്ളവരെ റിക്രൂട്ട് ചെയ്യണം, സെലക്ഷൻ, ട്രെയിനിങ് ഇതെല്ലാം എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കണം. പിന്നെ എംപ്ലോയീസിന് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ്, അവർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, പിന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ അവരെ അപ്രൈസ് ചെയ്യുന്നുണ്ടോ, ഇവാലുവേഷൻ നടത്തുന്നുണ്ടോ, അവർക്ക് എലിജിബിൾ ആണെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കണം, പ്രൊമോഷൻ കൊടുക്കണം. പിന്നെ എന്ത് വേണം? ഈ തിരഞ്ഞെടുക്കുന്ന എംപ്ലോയീസ് നമ്മൾ എന്ത് കൊടുത്തേ പറ്റത്തുള്ളൂ? റെമ്യൂണറേഷൻ കൊടുത്തേ പറ്റൂ. അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിന് വരും? സ്റ്റാഫിങ്ങിനകത്ത് വരും. സ്റ്റാഫിംഗ് എന്ന് കേൾക്കുമ്പോൾ ആലോചിച്ചുള്ള എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. എന്താണത് കൺസേൺ ചെയ്യുന്നത്? കൺസേൺഡ് വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. എംപ്ലോയീസിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കണം, എങ്ങനെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം, എങ്ങനെ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് എത്ര സാലറി കൊടുക്കണം, അങ്ങനെ തുടങ്ങി എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റാഫിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ മാനേജ്മെൻറ്റിന് 3 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്. ഇനി ഡയറക്റ്റും കൺട്രോളും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഓൾ.